പ്രിയപ്പെട്ടവരെ, ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ടാണല്ലോ നമ്മൾ ആചരിച്ചത്. അപ്പോൾ ലഹരിക്ക് അഡിക്ഷനായി കിടക്കുകയാണ് നമ്മുടെ യുവതലമുറകൾ മുഴുവൻ എന്ന് അതിൽ നിന്ന് വരുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ എല്ലാത്തിനും ഓരോ ദിനങ്ങളുണ്ടല്ലോ, നല്ലതിനും കെട്ടതിനുമൊക്കെ. ടീച്ചേഴ്സ് ദിനം, അധ്യാപക ദിനം, ശിശുദിനം, പിന്നെ മാതൃദിനം, പിതൃദിനം, അതൊക്കെ നല്ല നല്ല ദിനങ്ങൾ. അതേസമയത്ത് ഈ ലഹരിക്ക് അഡിക്ഷനാകുമ്പോൾ ഈ ലഹരി വിരുദ്ധ ദിനം നല്ലത് തന്നെ, വളരെ നല്ലത്. എന്നാൽ നമ്മുടെ യുവതലമുറകൾ മുഴുവനും നമുക്ക് തിരിച്ചവരെ കൊണ്ടുവരാൻ സാധിക്കാത്ത രീതിയിലേക്ക് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറിയിരിക്കുകയാണ്. ഈ എന്തും ലഹരി എന്ന് പറയുന്നത് ഏതിനോടും തോന്നുന്ന അമിതമായ ആസക്തിക്കാണ് ലഹരി എന്ന് പറയുന്നത്. അത് മയക്കുമരുന്നിനോടും ഡ്രഗ്സിൻ്റെ അഡിക്ഷനാണ് ഏറ്റവും എക്സ്ട്രീമിലെത്തിയിരിക്കുന്നത്. കാമുകിയോടുള്ള സ്നേഹം എന്തും എക്സ്ട്രീമിലായാൽ അത് അപകടം തന്നെ. പ്രണയത്തിൽ എക്സ്ട്രീമാകുന്നു, കാമുകിയോടുള്ള സ്നേഹത്തിൽ എക്സ്ട്രീമാകുന്നു. അതിലൊക്കെ എക്സ്ട്രീമാകുമ്പോഴാണല്ലോ അവരോട് പ്രതികാര ബുദ്ധി ഉണ്ടാകുന്നതും പോയി അവരെ ആക്രമിക്കുന്നതുമൊക്കെ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഇന്ന് ഒരു കുട്ടി ഡ്രഗ്സിന് അഡിക്റ്റായെങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാർ അവരുടെ പേരൻസ് ആണെന്നാണ്. അതേ ഞാൻ പറയുള്ളൂ. പിന്നെ സാമൂഹ്യ വ്യവസ്ഥിതി, സ്കൂളിലെ അധ്യാപകർ, സഹപാഠികൾ, ഇവർക്കെല്ലാം ഇതിൽ പങ്കുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്ന് പാലക്കാടേക്ക്, മക്കളുടെ വീട്ടിൽ നിന്ന് പാലക്കാടേക്ക് വരുമ്പോൾ വൈകിട്ടായി യാത്ര തിരിക്കുന്നെങ്കിൽ ഒരുപാട് ഇരുട്ടിയിട്ടേ നമ്മൾ പാലക്കാട് എത്തുള്ളൂ. 8 മണിക്കൂറോളം വേണമല്ലോ പാലക്കാട് നിന്ന്. അവിടുന്ന് ഇവിടം വരെ വരുന്നതിനകം ഒരു 12 മണിക്ക് ശേഷം പല സ്ഥലങ്ങളിലും ഒരു 15 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള ആൺകുട്ടികളെ, ഇടയ്ക്കൊക്കെ 1-2 പെൺകുട്ടികളെയും പലവട്ടം കണ്ടിട്ടുണ്ട്. ഇവർക്ക് വീട്ടിൽ പേരൻസ് ഉള്ളവരല്ലേ. ഈ 15 വയസ്സുള്ള കുട്ടിയൊക്കെ ബൈക്കിലോ വന്നവിടെ ഓരോ ബൈക്കിൽ ചവിട്ടിപ്പിടിച്ച് നിൽപ്പുണ്ട്. ഇവരെ 10 മണിക്ക് ശേഷം കുട്ടി വീട്ടിലില്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദി ആരാണ്? പേരൻ്റ് തന്നെയാണ്. ഇത് കഴിഞ്ഞ് അവർക്ക് തോന്നുമ്പോൾ നന്നായിട്ട് അടിച്ച് കിറിഞ്ചി വരും വീട്ടിലേക്ക്. ഓരോ കുട്ടിയെയും ശ്രദ്ധിക്കേണ്ട പ്രത്യേക കടമ പേരൻസിനുണ്ട്. പേരൻസിൻ്റെ ശ്രദ്ധക്കുറവ് തന്നെയാണ് കുട്ടികൾ ഡ്രഗ്സിന് അടിമകളാകുന്നതെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ പണ്ടാണ് ഒരുത്തൻ പഴച്ചു പോയാൽ, മോശമായി പോയാൽ സമൂഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇന്ന് സമൂഹത്തിന് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല മറ്റുള്ളവരോട്. ഒരു കുട്ടി വഴിയിൽ മോശമായ രീതിയിൽ കണ്ടാൽ ഇന്നിടത്തെ കുട്ടിയാണെന്ന് മനസ്സിലാക്കി അതിനെ അവരുടെ വീട്ടിൽ കൊണ്ടുവിട്ട് പേരൻസിനെ ബോധ്യപ്പെടുത്തും. എന്നതൊന്നുമില്ല, എൻ്റെ കുട്ടിയല്ലല്ലോ എന്നേ ചിന്തിക്കൂ. അവനവൻ്റെ മക്കളെ തന്നെ ശ്രദ്ധിക്കാത്ത പേരൻസ് പിന്നെ വല്ലവരെയും മക്കളെ ശ്രദ്ധിക്കുമോ? ശ്രദ്ധിച്ചാൽ തന്നെ ഞങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ചോദിക്കുന്ന പേരൻസിനെ എനിക്കറിയാം. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞു എന്നാ വെച്ചാൽ 12 മണിക്കും 2 മണിക്കും ഒക്കെ ഞങ്ങൾ വരുന്ന വഴിയിൽ പല കേന്ദ്രങ്ങൾ, പല സ്ഥലങ്ങളിലും കുട്ടികൾ, ഒരു 7-8 കുട്ടികൾ വീതം, അതിൽ 15 വയസ്സ് ഒക്കെ ഉള്ള പൊടിമീശ മുളച്ച് വരാൻ തുടങ്ങുന്നതിനുള്ള കുട്ടികളും അതിലുണ്ട്. കുട്ടികൾ ഒരു ചെറിയ സമയത്തെ ഒരു സുഖത്തിന് വേണ്ടി ഇത് ചെയ്യുമ്പോൾ അവരുടെ ഭാവി, അവരുടെ വീടിൻ്റെ ഭാവി, സമൂഹം എല്ലാം നശിക്കുക എന്നുള്ളൊരു ബോധ്യം അവരിൽ ഉണ്ടാക്കി തീർക്കണം. ഈ ദിനങ്ങൾ ഇങ്ങനെ ആചരിക്കുന്നതോടൊപ്പം ഇന്ന് ഒരു ദിവസം കൊണ്ട് ഇത് നിർത്താൻ പാടില്ല. ഇന്ന് തുടക്കമാകണം. ലഹരി വിരുദ്ധ ദിനങ്ങളാകട്ടെ എന്നും, അല്ലേ? അപ്പോൾ കുട്ടികളുടെ മാതാപിതാക്കളും സമൂഹവും ഇടയ്ക്ക് ഒരു 6 മാസത്തിന് മുമ്പ് ഏതോ ഒരു അധ്യാപിക വാട്സപ്പിൽ ഫോർവേഡ് ചെയ്തിരുന്ന ഞാൻ കണ്ടു. പെൺകുട്ടികളും ആൺകുട്ടികളും സ്കൂൾ യൂണിഫോമും ബാഗും തോളിലിട്ട് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പുകച്ചു വിടുന്നു. ഇത് അതുപോലെ 2-3 പെൺകുട്ടികൾ വഴി
കാത്തു നിന്നിട്ട് ബൈക്കിൽ ആണുങ്ങൾ ഇത് കൊണ്ട് വരുന്നു, കുട്ടികൾക്ക് സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ആ പെൺകുട്ടികൾ പെട്ടെന്ന് ബസ് വരുന്ന ഒന്നും കണക്കാക്കാതെ ഇപ്പുറത്തേക്ക് ചാടിക്കടന്ന് വന്ന് അവരോട് അത് മേടിച്ചെന്തോ നിധി കിട്ടിയ മാതിരി, നല്ല മിഠായി കിട്ടിയ മാതിരി ഇങ്ങനെ സൈഡിലേക്ക് പോകുന്നു. പരിങ്ങി നിൽക്കുന്നിട്ട് അവിടെ ബാഗിൽ വെച്ച് പോകുന്നു. യൂണിഫോം ഇട്ട കുട്ടികളെ നമ്മൾ കണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ യൂണിഫോം ഇട്ട കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി കൃത്യമായിട്ട് വീട്ടിൽ എത്തുന്നുണ്ട്. ആ കുട്ടി അന്ന് സ്കൂളിൽ എത്തിയിട്ടില്ല എന്നുള്ളത് ടീച്ചർ ശ്രദ്ധിക്കണം, വീട്ടുകാരെ ഇത് ധരിപ്പിക്കണം, വീട്ടുകാരിത് മനസ്സിലാക്കണം, തക്ക പണിഷ്മെൻറ്റ് കൊടുക്കണം കുട്ടികൾക്ക്. വീട്ടിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള പിള്ളേരെ ഇതിന് ധൈര്യപ്പെടുകയുള്ളൂ. പിന്നെ ഈ ഞാൻ എന്തോ പറഞ്ഞു വന്നത്, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ഞാൻ എന്തെങ്കിലും 4 വാക്ക് പറഞ്ഞില്ലെങ്കിൽ ശരിയാകുകയല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും 4 വാക്ക് പറയാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ കാര്യമായിട്ട് എന്തോന്ന് ഞാൻ പറയാൻ വന്നത് ഞാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഈ ലഹരിക്ക് അടിമകളാവുന്ന കുട്ടികളെ ഏതായാലും അവരെ തള്ളിക്കളയാതെ, അല്ലെ വ്യക്തികളെ, കുട്ടികൾ മാത്രമല്ല പുരുഷന്മാരും എല്ലാം ഇന്നിതല്ലേ. അപ്പം ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളെ പ്രത്യേകം പറഞ്ഞതെന്നു വെച്ചാൽ നാളെ മേലിൽ അവരാണല്ലോ ഇവിടുത്തെ മുതിർന്ന വ്യക്തികളായിട്ട് ഇവിടെ ഉണ്ടാകേണ്ടവർ, നാളെ ഇവിടെ ജീവിക്കേണ്ടവർ അവരാണ് അല്ലേ. അതുകൊണ്ടാണ് യുവതലമുറയെക്കുറിച്ച് പ്രത്യേകം പറയുന്നത്. ഇവിടെ ഒട്ടുമുക്കാലും ജനങ്ങളും ഇതിന് അടിമകളായിട്ടുണ്ട്. പിന്നെ മുക്കിന് മദ്യശാലകളും ഈ ലഹരി സാധനങ്ങൾ എവിടെ നിന്നും സുലഭമായി കിട്ടാനുള്ള അവസരം ഇന്നുണ്ട്. ഏതു വ്യക്തിക്കും ഇത് എങ്ങനെയെങ്കിലും ഇത് ഒരാൾ കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഭയമാണത്രേ പറയാൻ. അവരുടെ പിൻപിലൊക്കെ വൻ ശക്തികളുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരാൾക്ക് നോട്ട് ചെയ്ത് കൊടുക്കാൻ ധൈര്യമില്ല. ഇങ്ങനെ സംഭവിക്കുന്ന വീടുകളിലോ പ്രദേശത്തോ ഒരാളുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കടമയാണ് അയാളെ തള്ളിക്കളയാതെ. ഇപ്പോൾ അഡിക്ഷൻ സെൻറ്റർ, ഇതിനുള്ള അഡിക്ഷൻ സെൻറ്ററുകളൊക്കെ ഉണ്ട്. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന സ്ഥലം, അവരെ അവിടെ എത്തിച്ച് അവരാദ്യം സമ്മതിക്കില്ല. അവരെ സൗമ്യമായിട്ട് വിളിച്ച് സൗമ്യമായിട്ട് വീട്ടുകാർ സാന്ത്വനത്തോടു കൂടി അവരെ അഡിക്ഷൻ സെൻറ്ററുകളിലൊക്കെ കൊണ്ടുപോയി അവരെ നന്നാക്കി എടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അവരെ ഒരിക്കലും ഇതിൽ മുങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഈ കൊലപാതകങ്ങളും ഒക്കെ സംഭവിക്കുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെ അങ്ങ് മാറിപ്പോകും അത്രേ. നമുക്ക് അമ്മയെന്നോ സഹോദരിയെന്നോ മകനെന്നോ മകളെന്നോ ഭാര്യയെന്നോ ഒന്നുമുള്ള ചിന്ത വരികയില്ലെന്ന്. അതുകൊണ്ടാണ് അവരറിഞ്ഞുകൊണ്ടല്ല, ഒരു തവണ രുചിച്ച് നോക്കാൻ വേണ്ടി ഇതിൻ്റെ സുഖം എന്താണെന്ന് അറിയാൻ വേണ്ടി കുട്ടികൾ ചെയ്യുന്നു. പിന്നീട് ഇതിന് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അത്രേ ലഹരി വസ്തുക്കൾക്ക്. ഇതിന് കുറേ പേരുകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അട്രാക്റ്റ് ചെയ്യാനുള്ള ശക്തിയുണ്ട് ഈ വസ്തുക്കൾക്ക്. ഒരു തവണ ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നീട് അതിലേക്ക് ഒരു തവണ കൂടെ നോക്കാം. കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ എന്തോ ഒരു വീരാരാധന പോലെയാണ്. അവർ വലിയ ആളാണെന്ന് എന്നുള്ളത് വരുത്താൻ വേണ്ടിയും ചെയ്യുന്നുണ്ട്. ചില കുട്ടികൾ ഇത് കൊടുക്കുമ്പോൾ മറ്റു കുട്ടികൾ ഒന്ന് വിസമ്മതിച്ചേച്ച് പിന്നെ മേടിച്ചു ഒരു തവണ ചെയ്യടാ. പെൺകുട്ടികളാണ്, ഒരു വിഭാഗം പെൺകുട്ടികൾ, 25% പെൺകുട്ടികൾ ഡ്രഗ്സ് അടിമകളാണ്, ഡ്രഗ്സ് അഡിക്റ്റുകളാണ്. ആലോചിച്ച് നോക്കൂ, വീട്ടുകാരുടെ ശ്രദ്ധക്കുറവേ. വീട്ടുകാർ സന്ധ്യയാകുമ്പം കുത്തിയിരുന്ന് സീരിയൽ കാണലും മറ്റു അച്ഛന്മാരാന്നേ വന്നിട്ട് അവരുടെ ഇതായ ലോകത്ത് കുട്ടികളുമായിട്ടൊരു സംവദിക്കലില്ല, കുട്ടികളുമായിട്ടൊരു ആശയവിനിമയമില്ല, കുട്ടികളെ ശ്രദ്ധിക്കുന്നേയില്ല. കുട്ടികൾ ഏത് നിലയിലെങ്കിലും കുറേ A+ വാരിക്കൊണ്ടുവരണം, ഇതാണ് വീട്ടുകാരുടെ. അതിന് എത്ര പണം വേണേലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ട്യൂഷന് വിടുന്നു. ഈ ട്യൂഷനൊക്കെ വിടുമ്പോൾ എവിടെയൊക്കെ ഇതൊക്കെ പോകുന്നതെന്ന് അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് എനിക്കിതൊക്കെ പറയുമ്പോൾ ഞാനങ്ങ് വല്ലാതെ എനിക്ക് വൈകാരികത വരും കേട്ടോ. ക്ഷമയോട് പറയാൻ ഇതൊന്നും എനിക്ക് സാധിക്കുന്നേയില്ല. വീട്ടിൽ ആദ്യമായിട്ട് ഞാൻ പറയാമല്ലോ, ഒരു കുട്ടിയും ജനിച്ചു വീഴുമ്പോൾ മദ്യപാനിയോ മോഷ്ടാവോ ഒന്നുമായിട്ടല്ല ജനിച്ചു വീഴുന്നത്, ശിശുവായിട്ട്. എല്ലാ ശിശു ഒരുപോലെയാണ്. ഒരു ശിശുവാണ് ജനിച്ചു വീഴുന്നത്. പിന്നീട് അവനെ മദ്യപാനിയും മോഷ്ടാവും
പിന്നെ ക്രൂരനും കൊലപാതകയും ഒക്കെ ആക്കുന്നത് നമ്മളാണ്. നമ്മൾ ഏത് നിലയിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണമെന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലെ കഷ്ടതകളും വിഷമങ്ങളും ഒക്കെ കുട്ടികൾ അറിയണം. ഇത് ഒരു കഴിവില്ലേര് എവിടുന്നെങ്കിലുമൊക്കെ കടം മേടിച്ചും ഒക്കെ മക്കൾക്കങ്ങനെ ഇഷ്ടംമാതിരി മക്കളെ കയറൂരി അങ്ങ് വിട്ടേക്ക്, ആൺ പെൺ ഭേദമില്ലാതെ. ഇന്നത്തെ ഇങ്ങനെയുള്ള ദിനങ്ങളും ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളും ഇങ്ങനെയുള്ള സംരംഭങ്ങളും ഒക്കെ ഉണ്ടാകണം. കുഞ്ഞുങ്ങളെല്ലാം നല്ല നിലയിലേക്ക് പോകണം. 2-3 കാര്യങ്ങളും കൂടെ ഞാൻ മെയിനായിട്ട് പറയാൻ ഉള്ളതായിരുന്നു. പക്ഷെ എനിക്ക് മറന്നുപോകും. ഞാൻ എൻ്റെ ഓർമ്മയിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ കൊച്ചു സ്പീച്ച്, എൻ്റെ കൊച്ചു കാര്യങ്ങൾ ഞാൻ പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്, വലിയ ഗഹനമായ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങളെല്ലാവരും സശ്രദ്ധം കേൾക്കുമെന്നും നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഭാഗത്തു നിന്ന് ഈ കുഞ്ഞുങ്ങളെ, ഈ മദ്യപാനിയായ പ്രായമുള്ള എല്ലാവരെയും, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സന്ദേശം കൂടെ നമ്മൾ ഇതിൽ കൂടെ പകരണം. ഈ അസമയങ്ങളിൽ എൻ്റെയൊക്കെ വീടുകളിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പറയാമല്ലോ, എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് സഹോദരന്മാരായിരുന്നല്ലോ എൻ്റെ താഴെ എല്ലാവരും. സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്തിക്കണമെന്നുള്ള ഓർഡറായിരുന്നു. അച്ഛൻ അങ്ങനെ വലിയ കർക്കശക്കാരനേ അല്ലായിരുന്നു. അവർ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നു സഹോദരന്മാർ. പക്ഷെങ്കിൽ സന്ധ്യയ്ക്ക് മുമ്പ് അല്ലെ സന്ധ്യയ്ക്ക് വീട്ടിലെത്തിയിരിക്കണം. കുട്ടിക്കാലത്തെ നിർദ്ദേശമാണ്. അതുപോലെ തന്നെ എവിടെ പോകുന്നു എന്നുള്ള വീട്ടിൽ അറിയിച്ചേ പോകാവൂ. പിന്നെ അവർ പ്രായമായി ഡിഗ്രിക്കൊക്കെ ആയപ്പോൾ അവർക്ക് 8 മണി വരെ സമയം കൊടുത്തിരുന്നു. കാരണം രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനൊന്നിനും അച്ഛനെതിരെ നിന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുട്ടികളുടെ എല്ലാ കാര്യത്തിനും നോ എന്ന് പറയരുത്. വീട്ടിൽ നിന്ന് നമുക്ക് സ്നേഹവും സഹകരണവും ഒക്കെ കിട്ടുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഒരുവിധമൊക്കെ പേരൻസ് പറയുന്നത് കേൾക്കും. അപ്പോൾ അച്ഛൻ പറയും, നിങ്ങൾക്ക് നിങ്ങളുടേതായ വിശ്വാസമുള്ള രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം, അക്രമം ഉണ്ടാകരുതെന്ന് മാത്രം. നല്ല ഇതിലേക്ക് പോകണം. അങ്ങനെ സമൂഹത്തിന് വേണ്ടി എന്തും ചെയ്യാൻ പക്ഷെങ്കിൽ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പക്ഷെങ്കിൽ 8 മണിക്ക് മുമ്പ് നിങ്ങൾ വീട്ടിലെത്തിയിരിക്കണം എന്നുള്ള കർശന നിർദ്ദേശമായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ആങ്ങളമാരോട് അച്ഛൻ. അപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് കർക്കശത ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾ എവിടെ പോകുന്നു, എങ്ങനെയാണ്, എന്താണ്, പെൺകുട്ടികളെ ആൺകുട്ടികളെയും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഈ പെൺപിള്ളേരുടെ ബാഗൊക്കെ വൈകിട്ട് നിങ്ങൾ വരുമ്പോഴും അന്നൊന്നാൾ സ്കൂളിൽ നടന്ന കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കണം. ഈ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ എന്നാൽ ലോകത്തിൽ ഒന്നും ഈ ജനങ്ങൾ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കും നമ്മുടേതായ ചില ചെറിയ ചെറിയ കോൺട്രിബ്യൂഷനൊക്കെ ചെയ്യാം. ഉപദേശങ്ങൾ ആദ്യം ഫലിക്കില്ല, പിന്നീട് കുറച്ചൊക്കെ കേൾക്കും. സ്നേഹബുദ്ധിയ അങ്ങനെയുള്ളവരെ കൊണ്ടുപോയി നമ്മൾ കൗൺസിലിങ്ങൊക്കെ നടത്തി അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏർപ്പാടുകൾ ചെയ്യാനുള്ള സംരംഭങ്ങളും നമ്മുടെ പഞ്ചായത്തുകളിലും ജില്ലയിലും ഒക്കെ ഉണ്ടാകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ മനുഷ്യരും ഇതിൽ നിന്നൊന്നും പോയി പെടാതെ, അവർക്ക് പിന്നെ തിരിച്ചു കയറി വരാൻ അവസരം കിട്ടുന്നില്ല. അപ്പോൾ ഇതിലൊന്നും അടിമകളാകാതെ, അഡിക്ഷനാകാതെ, ഇതിലൊന്നും പോയി പെടാതെ ഇരിക്കാൻ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം, അല്ലേ? അപ്പോൾ ഈ കുഞ്ഞു വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ സരസ്വതി ടീച്ചർ.